ആ വിധിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്. വിധിയിൽ എങ്ങനെ ആശ്വാസകരമായ ഒരു ഭാഗം വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 91 ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംരക്ഷണ നിയമം ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയോ പള്ളികളിൽ അമ്പലങ്ങളുടെ അടിത്തറയുണ്ട്, അല്ലെങ്കിൽ പഴയ അമ്പലങ്ങളായിരുന്നു എന്ന് അറിയാൻ വേണ്ടി സർവേ നടത്താനുള്ള ഉത്തരവ് ഇന്ത്യ രാജ്യത്തെ ജില്ലാ കോടതികൾ കൊടുത്തു. ഒന്ന് വായിച്ചു നോക്കിയാൽ 91 നിയമത്തിൻ്റെ ലംഘനമല്ലേ അത്? അയോധ്യ ഒഴിച്ചുള്ള എല്ലാ ആരാധനാലയങ്ങളും, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തർക്കമുണ്ടായ ആ വിഷയം അടക്കമുള്ള ഒഴിച്ചുള്ള എല്ലാ ആരാധനാലയങ്ങളും, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇപ്രകാരം ഒരു സർവേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല, തൽസ്ഥിതി തുടരണം എന്നല്ല നിയമം. ഈ നിയമം മനസ്സിലാക്കാത്ത ജഡ്ജിമാരാണോ അനുമതി കൊടുത്തത്? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, നമ്മൾ സുപ്രീം കോടതി അയോധ്യയുടെ കേസിൽ പോലും എങ്ങനെയാണ് വിധി എഴുതിയത്, ആരെ കൊണ്ടാണ് എഴുതിച്ചത്, അവർക്ക് പിന്നീട് എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം പരിശോധിക്കുമ്പോൾ കോടതി ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ചെയ്തു എന്നത് മാത്രമാണ് പരിശോധിക്കുക. അതല്ലാതെ ഞാൻ അങ്ങ് ഈ 91 വല്ലാതെ നിർബന്ധ ബുദ്ധിയോടെ നിൽക്കേണ്ട. കാരണം അങ്ങ് പറഞ്ഞതും ഭാഗികമായി മാത്രം ശരിയാണ്. ഈ വിധി എഴുതിയത് ചന്ദ്രചൂഡാണല്ലോ. എന്തായാലും അജ്ഞാതനാമാക്കളാണ് വിധി എഴുതിയത് എങ്കിലും പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ പിറ്റേ ദിവസം തന്നെ പറയുകയുണ്ടായി അതിൻ്റെ ഭാഷയൊക്കെ പരിശോധിച്ചിട്ട് അത് ചന്ദ്രചൂഡിൻ്റെ വിധിയാണ്. ഈ ചന്ദ്രചൂഡ് CJI ആയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന നിലയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 91 ആരാധനാ സംരക്ഷണ നിയമം, അല്ലേ ശ്രീ അനിൽകുമാർ? അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ സംരക്ഷകരായിട്ടുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെ റാഞ്ചാൻ വേണ്ടി എന്തെല്ലാം BJP ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും ജസ്റ്റിസ് പഞ്ചോളിയെ അവിടുന്ന് 2ാമത്തെ ജഡ്ജിയായിട്ട് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് കാരണം 31 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവും. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായ കേശവാനന്ദ ഭാരതി കേസ് അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 13 അംഗ ജഡ്ജി സംഘം വേണം. അപ്പോൾ ഒരു ഉയർന്ന ജഡ്ജിമാരുടെ പട അതിനുണ്ടാക്കണം. ആ ജഡ്ജിമാരുടെ പടയുണ്ടാക്കാൻ മഹാരാഷ്ട്രത്തിൽ നിന്നും BJPയുടെ വക്താവിനെ ഹൈക്കോടതി ജഡ്ജിയാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും BJPയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ തന്നെ ജഡ്ജിയായി മാറിയിട്ടുണ്ട്. കൊളീജിയത്തിൻ്റെ ഇടയ്ക്കൂടെ ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ട 3-4 പേര് ജഡ്ജിമാരാകുമ്പോൾ സംഘപരിവാറിന് ഇഷ്ടപ്പെട്ട കുറേ പേരും ജഡ്ജിമാരായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരി, ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം, ഒരു നിയമനിർമ്മാണത്തിനിടയില്ലാത്ത വിധം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP പരാജയപ്പെടണം. നിങ്ങൾക്ക് കോടതി വഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആശ്വാസം താൽക്കാലികമാണ്. നാളെ ഒരു ഭരണഘടനാ ഭേദഗതി സാധ്യമല്ലാത്ത വിധം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP പരാജയപ്പെടുന്ന തരത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം. അവിടെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. BJP പ്രചരിപ്പിച്ച എന്താണ്? ഇങ്ങനെ വക്കഫായി കിടക്കുന്ന സ്വത്തുക്കളെല്ലാം കൂടെ പിടിച്ചെടുത്ത് രാജ്യത്തിൻ്റെ സമ്പത്താക്കാൻ പോകുന്നു. അതിവിടുത്തെ ഹിന്ദു സഹോദരന്മാരുടെ ജീവിതത്തിന് രക്ഷയാവും. ഈ ആഖ്യാനമാണ് കൊടുത്തത്. മുനമ്പത്തെ ഭൂമി പിടിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനികൾ കൊടുക്കാൻ പോകുന്നു. ഉടനെ കുറേ പേർ അത് വിശ്വസിച്ചു, ഇറങ്ങിത്തിരിച്ചു, BJPക്ക് വേണ്ടി ജാഥ നടത്തി. ഇപ്പം ആരും മുനമ്പത്തേക്ക് പോകുന്നില്ല, മുനമ്പത്ത് മിണ്ടുന്നില്ല. ഈ നിയമമുണ്ടാക്കിയ നിയമമന്ത്രിയെ അവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചു, ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു മുനമ്പത്ത്. എന്നിട്ട് എന്താ ഇപ്പം എന്താ മുനമ്പം മിണ്ടാത്തത്? അദ്ദേഹം തന്നെ കിരൺ റിജിജു തന്നെ അവിടെ നിവാസികൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിൽ ഏറ്റുപറയുകയും ചെയ്തു, ഇത് മുനമ്പത്തിന് പരിഹാരമല്ല എന്ന്.